നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. വീണയൻ ന്യൂസ് ബിഗ് ഇമ്പാക്ട്. വടക്കാഞ്ചേരി എങ്കക്കാട് സബ് സ്റ്റേഷനോട് ചേർന്ന് സ്ഥാപിച്ച വൈദ്യുതി വകുപ്പിന്റെ ഈ ചാർജിംഗ് സ്റ്റേഷൻ അശാസ്ത്രീയമെന്നും ഒരു വാഹനവും ചാർജ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നും പദ്ധതി പരാജയമാണെന്നും സമ്മതിച്ച് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച റീചാർജിംഗ് സ്റ്റേഷന്റെ പ്രവർത്തന സ്തംഭനം പുറത്തു കൊണ്ടുവന്നത് വീണയൻ ന്യൂസ്. സേവ്യാർ ചിറ്റിലപ്പിള്ളിയുടെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി. വടക്കാഞ്ചേരി നഗരസഭയിലെ അകമല വനമേഖലയോട് ചേർന്ന് സ്ഥാപിച്ച തെരുവുനായ് സംരക്ഷണ കേന്ദ്രത്തിന് ക്ലീൻ ചിറ്റ് നൽകി മൃഗസംരക്ഷണ വകുപ്പ്. നഗരസഭയുടെ സ്റ്റോപ്പ് മെമ്മോക്കെതിരെ വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ അനിമൽ അഡ്വക്കസി കേരള സ്റ്റേറ്റ് അനിമൽ വെൽഫെയർ ബോർഡിന് നൽകിയ പരാതിയിലാണ് നടപടി. കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഏറ്റവും മികച്ചത്, ലൈസൻസ് നൽകാമെന്ന് ശുപാർശ. കുന്നംകുളത്ത് ബൈജോ റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ സംഘർഷം. 33-കാരൻ കൊല്ലപ്പെട്ടു. ഒഡീഷ സ്വദേശി പത്മനാഭ ഗൌഡയുടെ കൊലപാതകത്തിൽ 29-കാരൻ ഭക്താറാം ഗൌഡ കുന്നംകുളം പോലീസ് പിടിയിൽ. കൊല്ലപ്പെട്ടയാളും പ്രതിയും ഒരേ നാട്ടുകാർ. മുണ്ടത്തിക്കോടിന്റെ സമസ്ത മേഖലയിലും നിറസാന്നിധ്യമായിരുന്ന കെ കൃഷ്ണൻകുട്ടി സ്മാരക പുഞ്ചിരി അവാർഡ് അമ്പാടി വേണുവിനെ. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM-ന്റെ സമുന്നത നേതാവുമായ അമ്പാടി വേണുവിന്റെ ജീവിതം ഇതിഹാസ തുല്യമെന്ന് ജൂറി. 10,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സെപ്റ്റംബർ അവസാന വാരം സമ്മാനിക്കും. പുല്ലൂർ ഊരകം വെറ്റിലമൂലയിൽ വീട് കുത്തിത്തുടർന്ന് കവർച്ച. സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നു. വരിക്കശ്ശേരി വീട്ടിൽ ഏലിക്കുട്ടിയുടെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത്. 2.5 പവൻ സ്വർണ്ണമാലയും 12,000-ഓളം രൂപയും നഷ്ടപ്പെട്ടതായി ഏലിക്കുട്ടി. മോഷ്ടാവ് രക്ഷപ്പെട്ടത് വീട്ടിലാകെ മുളകുപൊടി വിതറി. തൃശൂർ ജില്ലയിൽ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ ഭക്ഷ്യഭദ്രതാ നിയമം അട്ടിമറിക്കുകയാണെന്ന് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് കമ്മിറ്റി. താലൂക്കിലെ റേഷൻ വ്യാപാരികളോട് വെച്ചു പുലർത്തുന്നത് കൊടും ക്രൂരത. സത്യസന്ധരായ ജീവനക്കാരെയും ദ്രോഹിക്കുന്നു. വ്യാപാരികളുടെ നേതൃത്വത്തിൽ സിവിൽ സപ്ലൈസ് ഓഫീസിന് മുന്നിൽ ശനിയാഴ്ച കൂട്ടധർണ നടത്തും. ജില്ലയെ ലഹരി മുക്തമാക്കാൻ കുറ്റമറ്റ പ്രവർത്തനം. ഏകോപനത്തിനായി ജില്ലാതല ജനജാഗ്രതാ സമിതി യോഗം നടന്നു. എക്സൈസ് വകുപ്പ് പുറത്തിറക്കിയ ലഹരി വിരുദ്ധ ഹെൽപ്പ് ലൈൻ നമ്പറടങ്ങിയ സ്റ്റിക്കറുകൾ പുറത്തിറക്കി. പഞ്ചായത്ത് വാർഡ് തല ജാഗ്രതാ സമിതികൾ 1 മാസത്തിനുള്ളിൽ. അകമലയിലെ ചെങ്ങാലിക്കോടൻ കള്ളൻ ഒടുവിൽ കർഷകരുടെ പിടിയിൽ. വാഴക്കുലകൾ മോഷ്ടിക്കുന്നത് പതിവായതോടെ തോട്ടത്തിൽ കാവൽ കിടന്ന് മോഷണ വീരനെ കുടുക്കി. ഓട്ടോറിക്ഷയിൽ കുലകൾ കടത്താൻ ശ്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച കർഷകരെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമം. ടയർ വെട്ടിപ്പൊളിച്ച് കള്ളനെ കുരുക്കി കർഷക സമൂഹം. ചേലക്കര സ്വദേശി 24-കാരൻ അജിത് കൃഷ്ണനാണ് വലയിലായത്. പ്രളയം തകർത്ത വടക്കാഞ്ചേരിയിലെ കർഷകർക്ക് ഒടുവിൽ അധികൃതരുടെ സഹായമെത്താൻ വഴിയൊരുങ്ങുന്നു. എങ്കക്കാട് പടിഞ്ഞാറ്, എങ്കക്കാട് കിഴക്ക്, മംഗലം പാടശേഖരങ്ങളിൽ കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള മൾട്ടി ഡിസിപ്ലിനറി ഡയഗ്നോസ്റ്റിക് ടീം സന്ദർശനം നടത്തി. കതിരുവന്ന നെല്ലുകളിലെ നാശനഷ്ടം അതിരൂക്ഷമെന്ന് വിലയിരുത്തൽ. സംസ്ഥാന സർക്കാരിന്റെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് ജേതാവ് വിദ്യാധരൻ മാസ്റ്റർക്ക് ആദരം. അശ്വനി വെൽഫെയർ സൊസൈറ്റിയാണ് ആദരിച്ചത്. സൊസൈറ്റിയുടെ ഉദ്ഘാടനവും നടന്നു. ആദരണവേദിയിൽ ഗാനം ആലപിച്ച് സദസ്സിനെ കയ്യിലെടുത്ത് മാസ്റ്റർ.